എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ സ്ഥലം കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറയാം, ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ഗ്രാമഭംഗി നിലനിൽക്കുന്ന പാലക്കാടാണ്. ഇപ്പം ഏകദേശം ഒരു 5:30-6 മണി വൈകുന്നേരത്തെ സമയം കേട്ടോ. ഒരു മഴ പെയ്ത് കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു ടൈമാണ്. അതുകൊണ്ടാണ് ഈ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു പ്രത്യേക ഒരു ഭംഗി. അപ്പോൾ ഞാൻ പോയി അവിടെ ജസ്റ്റ് കണ്ടപ്പോൾ ഒരു തോട് കണ്ടു. അപ്പോൾ തോട്ടിൽ ഇങ്ങനെ ഇരിക്കുക, ഞാൻ തോടിൻ്റെ സൈഡിൽ നല്ല തണുത്ത വെള്ളമുണ്ട്. ആ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു തണുപ്പുണ്ടല്ലോ, തണുത്ത വെള്ളം. അപ്പോൾ ജസ്റ്റ് ഞാൻ കാലക്കയിൽ വെച്ച് പ്രത്യേക ഒരു എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു. അപ്പോൾ തൊട്ട് നേരെ തന്നെ നമുക്ക് കാണാം ഒരു കുന്നും സൂര്യൻ അസ്തമിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നുമുണ്ട്. ഇതൊക്കെ കാണാൻ പറയുമ്പോൾ തന്നെ ഒരു നല്ല ഭംഗി, നല്ല ഫ്രെയിമാട്ടോ. ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു. അതിനുശേഷം എന്നോട് അവിടുത്തെ ആൾ പറഞ്ഞു, അവിടെ ഒരു കുളമുണ്ട്, ഒരു വലിയ കുളമുണ്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് ടൈം അവിടേക്ക് പോയിട്ടൊന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കണമെന്നാണ്. ഞാൻ വഴിയെ പറഞ്ഞു തരാം. പ്രത്യേകിച്ച് നമ്മൾ ഇതുകൂടെ നടക്കുമ്പോൾ ഷോർട്സ് ഒന്നും ഇട്ട് നടക്കാൻ പാടില്ല കേട്ടോ. കാരണം എന്നെക്കാട്ടിലും അറിവുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ ഇതൊക്കെ മുള്ളു കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ ഷോർട്ടൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ കാല് കുത്തി കയറും. അറിയുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കൂടെ നടക്കുന്നത്, അതുകൊണ്ടാണ്. പിന്നെ അത് ഓണത്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നല്ല മഞ്ഞ പൂക്കളൊക്കെ പാടത്തിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നുണ്ട്. ദൂരത്തുനിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ്, ഒരു പ്രത്യേകതരം ഭംഗിയുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സൂര്യൻ താഴ്ന്നതാന്ന് വരുന്നുണ്ട് കേട്ടോ. അതിന് മുന്നേ നമ്മളിവിടെ കവർ ചെയ്യണം, കാരണം കുറച്ച് മണി കഴിഞ്ഞാൽ നായക്കളും പാമ്പ് വരുന്നതും ഒന്നും നമുക്ക് മനസ്സിലാവില്ല. കാരണം ഇതിനിടയിലൊക്കെ പാമ്പുകളുണ്ടാവും, പാമ്പിൻ്റെ പോടൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഓക്കെ, ഞാൻ പാടുന്ന നമ്മുടെ എല്ലാം ഇത് കഴിഞ്ഞ് ട്രാക്ടർ ഇട്ട് പൂട്ടി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അടുത്ത വിത്ത് ഇതാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചത് നമ്മൾ ആ സൈഡിലാണ് ഒരു കുളമുള്ളത്. അതൊരു പഞ്ചായത്ത് കുളമാണ്. അവിടേക്കാണ് എൻ്റെ യാത്ര. ചിലപ്പോൾ ഞാൻ പോവില്ല, അതിപ്പോൾ തന്നെ പറയാം. കാരണം അവിടേക്ക് റോഡ് മൊത്തം, അതായത് ഈ വരമ്പ് മൊത്തം കാട് പിടിച്ച് കിടക്കുക. പിന്നെ റിസ്ക് എടുക്കാൻ ഞാൻ ചെറുതായിട്ട് പേടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ചിലപ്പോഴേ ഞാൻ പോകുള്ളൂ. പക്ഷെ നമ്മളിത് കണ്ടോ, എന്ത് ഭംഗിയാണ് നോക്ക്. പണ്ടത്തെ ഓർമ്മകളെ നിലനിർത്തുന്ന ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു ജില്ല എന്ന് പറഞ്ഞത് പാലക്കാട് തന്നെയാണ്. ഇതൊരു ചെറിയ രൂപ പോലത്തെ ഒരു തോട് കേട്ടോ. ഇപ്പുറത്തിൽ വെള്ളം കൂടുതലായ കാരണം ജസ്റ്റ് ഇവിടേക്കാക്കിയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് നടക്കാം. ഇങ്ങനത്തെ കാര്യങ്ങൾ കാണണമെങ്കിൽ എൻ്റെ ഇതിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇത് തന്നെയായിരിക്കും, എവിടെ പാലക്കാട് തന്നെയായിരിക്കും കേട്ടോ. ഒരു വൈകുന്നേര ടൈമിലൊക്കെ എല്ലാ ഫാമിലീസൊക്കെ ആയിട്ട് വന്ന് കാണാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ്. ഞാനിത് ശരിക്കും എടുക്കേണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഇങ്ങനത്തെ ഒരു ഫ്രെയിമിൽ കിട്ടിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തോട്ടെ. അപ്പോൾ നടന്നു പോകുമ്പോഴാണ് ഒരു ഞണ്ട് കിടക്കുന്നത്, ആൾ ചത്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു ചെറിയൊരു പേടിയായി. ഇനി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ വിരലിൻ്റെ മുകളിലൊക്കെ കടിച്ചു തോന്നും. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ച് ഞങ്ങൾ വീണ്ടും ജസ്റ്റ് നടന്നു. കാരണം ഈ ടൈം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സന്ധ്യ നേരത്ത് കുറുക്കന്മാരും പിന്നെ ഞാൻ പറഞ്ഞല്ലോ പാമ്പുകൾ, പട്ടികൾ, ഇതെല്ലാം കൂടി ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും വിലസുന്ന ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ റിസ്ക് എടുക്കാൻ കുറച്ച് പേടിയും കൂടിയാണ്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം ഇതിൻ്റെ അറ്റത്ത് ആ കുളം ഞാൻ കാണിച്ചു തരും. ഞാനിപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലൊന്ന് എത്തിച്ചാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവനായിട്ട് ആ കുളം വരെ കാണിക്കാൻ വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ആഗ്രഹം ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. കാരണം ആ സൈഡിലേക്ക് ഇതില്ല, റോഡില്ല. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. എന്തായാലും നിങ്ങൾ നിരാശരാവരുത്. നെക്സ്റ്റ് ഇതിനേക്കാളും അടിപൊളിയായിട്ട് ആ കുളം വരെ, അല്ലെങ്കിൽ ഞാൻ വേറെ ഇതിനേക്കാളും അടിപൊളി സ്ഥലം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. അത് എൻ്റെ ഒരു വാക്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.